ഒക്കെ പ്രത്യേകം ഒതുക്കി കൊടുക്കണം എന്നാണ് ഈ സ്റ്റേജിന്റെ മുൻവശത്ത് നമ്മുടെ മീഡിയയുടെ ഭാഗത്ത് മുന്നിലുള്ള ആളുകൾ എല്ലാവരും അകത്ത് വന്ന് കൂടി നിൽക്കരുത്. അതുപോലെ നമ്മുടെ എൻട്രൻസിന്റെ അവിടെ നമ്മുടെ ആംബുലൻസ് ആളുകളും വോളണ്ടിയേഴ്സും പോലീസും അല്ലാത്ത ഒരാളുകളും നമ്മുടെ പന്തലിന്റെ അടുത്ത് നിൽക്കരുത്, ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ദയവ് ചെയ്ത് അവരുടെ പ്രിയപ്പെട്ടവരെ ആംബുലൻസിൽ ദയവ് ചെയ്ത് നമ്മുടെ ആംബുലൻസിന് വരാനുള്ള സൗകര്യം ഒരുക്കണം. ആംബുലൻസിൽ നിന്ന് ബോഡി ഇറക്കി കഴിഞ്ഞാൽ ആംബുലൻസിന് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവണം. പോലീസും വളണ്ടിയേഴ്സും അല്ലാത്ത ഒരാളുകളും ആംബുലൻസിന്റെ കൂടെ പോകരുത്. ദയവ് ചെയ്ത് പറയുന്നത് കൃത്യമായി അനുസരിച്ചാൽ മാത്രമാണ് നമുക്കിത് നിയന്ത്രിക്കാൻ പറ്റുകയുള്ളൂ. ആംബുലൻസിന്റെ അകത്ത് അതിന്റെ കൂടെ നമ്മുടെ പന്തലിലോട്ട് ആംബുലൻസ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ദയവ് ചെയ്ത് നമ്മുടെ മീഡിയ അതുപോലെ വളണ്ടിയേഴ്സ് പോലീസ് അല്ലാത്ത ഒരാളും ആംബുലൻസിന്റെ കൂടെ നമ്മുടെ ആംബുലൻസിന് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ദയവ് ചെയ്ത് വളണ്ടിയേഴ്സ് അവിടെ കൊടുക്കണം. നമ്മുടെ ഇവിടെ വന്ന ഓരോരുത്തരും ആംബുലൻസിന് പ്രത്യേകം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കൂടെ നമ്മൾ ഒരുക്കി കൊടുക്കണം. നമ്മുടെ ആശ ടീച്ചറുടെ ഫ്രീസർ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. ഓരോ ആംബുലൻസ് ബോഡി ഇറക്കി ശേഷം അത് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളോട് ഒരുക്കി കൊടുക്കണം. അതേ ആംബുലൻസിൽ തന്നെയാണ്. ദയവ് ചെയ്ത് ആ ആംബുലൻസ് വരുന്നതിന്റെ മൃതദേഹമാണ് ലാസ്റ്റ് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കഴിഞ്ഞ 14 മണിക്കൂറുകളായി നമ്മൾ പരസ്പരം സഹകരിച്ച് ഈ നിമിഷം വരെ എത്തി. ആംബുലൻസുകൾക്ക് നമ്മുടെ സംഘടനയുടെ ലാസ്റ്റ് ഭാഗത്ത് പാർട്ടികളുടെ സൗകര്യം ഒരുക്കി കൊടുക്കണം. ആംബുലൻസിന്റെ കൂടെ കഷ്ടപ്പെടണം. അവർക്ക് കാണാനുള്ള അവസരം ഒരുക്കി കൊടുക്കണം. ആ ആളുകൾക്ക് ഒന്ന് സൗകര്യം ഒരുക്കി കൊടുത്താൽ ബുദ്ധിമുട്ടുണ്ടാക്കരുത്. വളണ്ടിയേഴ്സുകളുടെ പോലീസുകാരുടെ മറ്റു സന്നദ്ധ സംഘടനകളുടെ അനുഭവപ്പെടുന്നവർക്ക് നമ്മുടെ ആ ഫ്രീസറിനകത്ത് കൂടി നിൽക്കുന്ന അനുഷ്ഠിക്കുന്ന ഒരുപാട് വളണ്ടിയേഴ്സും പോലീസും മറ്റു ഉദ്യോഗസ്ഥരും അതുപോലെ ഒരുപാട് ആളുകളുണ്ട്. അവരുടെ നിർദ്ദേശങ്ങൾ ആംബുലൻസിന്റെ ഭാഗത്തോട്ട് ആളുകൾ ദയവ് ചെയ്ത് കൂടി വരരുത്. ആവശ്യമില്ലാത്ത ആളുകൾക്ക് മാറി കൊടുക്കുക. നമ്മുടെ